ഡൈവേഴ്സ് കഴിഞ്ഞ സ്ത്രീകളെ പറ്റിയിട്ട് ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്. അവർ പെട്ടെന്ന് കളി തരുമെന്നും അവർ പെട്ടെന്ന് വഴങ്ങുമെന്നും അവർ അൺകൺട്രോളബിൾ ആണ് എന്നുള്ളതും. അത് ശരിക്കും പറഞ്ഞ ഒരു മിത്ത് ആൻഡ് ഫാന്റസിയാണ്. കാരണം അത് കാണിച്ചാൽ നിങ്ങൾ സിനിമയിലോ ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ റീൽസിലോ മാത്രമേ കാണുകയുള്ളൂ. ലൈഫിൽ അങ്ങനെ കാണില്ല എന്നല്ല, പക്ഷെ വളരെ റയർ ആയിരിക്കും. പക്ഷെ ഡാർക്ക് സൈക്കോളജി പറയുന്ന മറ്റൊന്നാണ്. അതിന്റെ റിയാലിറ്റി എന്താണെന്ന് അറിയുമോ? ഡൈവേഴ്സ് ആയ സ്ത്രീകൾ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുന്നു എന്നല്ല, പക്ഷെ അവർ ചൂസ് ചെയ്യുന്ന പാർട്ട്ണർ അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഡൈവേഴ്സ് ആയ സ്ത്രീകളെ ഇമോഷണലി വീക്ക് ആക്കില്ല, അവരെ ഡാർക്ക് സൈക്കോളജി പ്രകാരം അവരെ ഇമോഷണലി സ്മാർട്ട് ആക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഡൈവേഴ്സ് ആയ സ്ത്രീകള് ഏത് പുരുഷന്മാരെയാണ് ശരിക്കും പറഞ്ഞാൽ ചൂസ് ചെയ്യാറുള്ളത്? സൊസൈറ്റിക്ക് ഒരു വിചാരമുണ്ട്, അവള് ഡൈവേഴ്സ് ആയി, അവൾക്ക് ഇപ്പൊ കൂട്ടിന് ആരുമില്ല, അതുകൊണ്ട് ഇമോഷണലി വീക്ക് ആയിരിക്കുമെന്ന്. അപ്പൊ ഡൈവേഴ്സ് ആയ ഒരു സ്ത്രീയോട് ഇൻഫാക്ച്വേഷനോ അല്ലെങ്കിൽ പ്രണയമോ തോന്നുന്നവരാണ് പെട്ടെന്ന് ചോദിക്കുന്നത്, നിനക്കൊരു റിലേഷൻഷിപ്പിൽ പേടിയുണ്ടോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അത് നീ ചോദിക്കുമ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരികയാണ് എന്നത്. അപ്പോൾ അവൾ പറയുന്ന മറുപടി ഇങ്ങനെയായിരിക്കും, എനിക്ക് റിലേഷൻഷിപ്പിൽ പേടിയൊന്നുമില്ല, പക്ഷെ ഞാനൊരു റോങ് പേഴ്സണെ എന്തായാലും ഇനി ചൂസ് ചെയ്യുകയില്ല, അതായത് എനിക്ക് നിന്നോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കിക്കോളൂ, ഡൈവേഴ്സ് ആയ സ്ത്രീകൾക്ക് ബൗണ്ടറീസ് സ്ട്രോങ് ആയിരിക്കും. അവൾക്ക് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ആണുങ്ങൾ വിചാരിക്കുന്ന ഒരു മിത്താണ് ഡൈവേഴ്സ് ആയ സ്ത്രീകൾ ആരെയും വിശ്വസിക്കില്ല എന്നത്. തെറ്റായ ഒരു കാര്യമാണ്. അവര് ട്രസ്റ്റ് മൊത്തത്തിൽ ഡിസപ്പിയർ ആയി എന്നല്ല, അവർക്ക് ഒരു വിശ്വാസം വരാൻ കുറെ ടൈം എടുക്കും. ഒരു ഡൈവേഴ്സ് ആയ സ്ത്രീ സാധാരണ ഒരു സ്ത്രീ സംസാരിക്കുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ കൂടുതൽ സംസാരിച്ചു എന്ന് വരും. അപ്പോൾ ആണുങ്ങൾ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ചോദിക്കും, അവരത് വേണ്ട പറ്റില്ല എന്ന് പറയുകയായിരിക്കും. അപ്പോൾ ആണ് എന്ത് ചോദിക്കും, നിനക്കെന്താ എന്നെ വിശ്വാസം ഇല്ലേ? അതിന് ആ സ്ത്രീ മറുപടി പറയേണ്ടത്, വിശ്വാസം എന്ന് വാക്കുകൊണ്ട് പറയേണ്ടതല്ല, അത് നീ പ്രൂവ് ആണ് ചെയ്യേണ്ടത്, അത് നീ ആക്ഷനിലൂടെ കാണിച്ചു തരേണ്ടി വരും. അടുത്തൊരു മിത്താണ് ഡൈവേഴ്സ് ആയ സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു ആണ് മതിയാവും, അവൾ പെട്ടെന്ന് എനിക്ക് വളയും, അവൾക്ക് ഏതെങ്കിലും ഒരു കമ്പാനിയൻഷിപ്പ് മാത്രം മതിയാവും എന്നൊക്കെ ഒരു വിചാരമുണ്ട്. അതുകൊണ്ട് പക്ക ഒരു ജെന്റിൽമാൻ വന്നാൽ അവൾ അക്സെപ്റ്റ് ചെയ്യും, എനിക്ക് ആ ജെന്റിൽമാൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നവര് മണ്ടനായിരിക്കും. എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിഫലമായിരിക്കും ഉണ്ടാവുക. ഡൈവേഴ്സ് ആയ ഒരു സ്ത്രീകൾക്ക് ഇമോഷണലി എന്താ വേണ്ടതെന്ന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവൾ വളരെ സെലക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിനക്കൊരു സീരിയസ് റിലേഷൻഷിപ്പിന് തയ്യാറാണോ എന്ന് അവൻ ചോദിക്കുകയാണെങ്കിൽ, അവൾ എന്തായാലും സീരിയസ് റിലേഷൻഷിപ്പിന് തയ്യാറല്ല എന്ന് പറയില്ല, തയ്യാറാണ്, പക്ഷെ അവൾ ഉദ്ദേശിക്കുന്ന ഒരു റൈറ്റ് പേഴ്സൺ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ റൈറ്റ് പേഴ്സൺ എന്താണെന്നുള്ളത് മിക്ക ആണുങ്ങൾക്കും അറിയില്ല. അതെന്താണ് ഞാൻ പറയാം. ഡൈവേഴ്സ് ആയ സ്ത്രീകളെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അവൾ ആദ്യം നിങ്ങളിൽ നോക്കുന്നത് അവളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. ചില ആണുങ്ങൾക്കൊക്കെ അവൾ ഒരു സെക്കൻഡ് ഹാൻഡ് സാധനമാണ്, അവൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് അവളെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ വിചാരം ഉണ്ടാവും. ആ രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചും പോവും, ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് കളിയാക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ബോഡി ഷെയ്മിങ്ങിൽ വരെ പോവാം. അത് ചെയ്യാൻ പാടില്ല. ആ റെസ്പെക്ട് നിങ്ങൾ കൊടുക്കണം, അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അവളെ ഒരു ഡിന്നറിന് കൊണ്ടുപോയി എന്ന് വിചാരിച്ചോളൂ. എന്താണ് ഡൈവേഴ്സ് ആവാൻ കാരണം എന്ന് നിങ്ങൾ വെറുതെ ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ചോദിക്കാനും പാടില്ല. അത് ചോദിക്കാണ്ട് തന്നെ അവൾ പറയണം. ഈ റെസ്പെക്റ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവളായിട്ട് ഒരു ഡിന്നറിന് പോയി വിചാരിച്ചോ, എന്താണ് ഡൈവേഴ്സ് ആവാൻ കാരണം എന്ന് നിങ്ങൾ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. അവൾ പറയും പേഴ്സണൽ റീസൺ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് ആരുടെ ഫാൾട്ട് കൊണ്ടാണ് എന്നുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി ആ സ്ത്രീകൾക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആവും. ഇവിടെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് അവളോട് ഇല്ല, അതൊരു റെഡ് ഫ്ലാഗ് ആണ്. നെക്സ്റ്റ്, നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണോ എന്നുള്ളത് നോക്കും. അതായത് ഡൈവേഴ്സ് ആയ സ്ത്രീകൾക്ക് ഡ്രാമയുടെ ആവശ്യമുണ്ടാവില്ല. ഇപ്പൊ നിങ്ങളൊരു മെസ്സേജ് അയച്ചു, എന്താണ് റീപ്ലൈ തരാൻ ഇത്ര വൈകിയത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഷൗട്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഭയങ്കര അൺകംഫർട്ട് ആവും, അവൾ ഒഴിവാക്കാൻ ശ്രമിക്കും. അതിന് പകരം ആദ്യം തന്നെ നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വേഗം റീപ്ലൈ തരൂ, ഇല്ലെങ്കിൽ പിന്നെ മതി എന്ന് നീ റെസ്പെക്റ്റോടെ സംസാരിക്കുകയാണെങ്കിൽ അവൾക്ക് ആക്ച്വലി കംഫർട്ട് ആവും. ഈ രണ്ടാമത്തെ കാര്യത്തിന് ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ട്, നിങ്ങൾ കൺട്രോളബിൾ ആണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ഇൻഡിപെൻഡൻസ് ആണ്. മിക്ക സ്ത്രീകളും ഡൈവേഴ്സ് ആവാൻ കാരണം ഒന്നുമില്ലെങ്കിൽ എടുത്തു ചാട്ടമായിരിക്കും, അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ് ആയിരിക്കും. സ്ത്രീകൾക്ക് കൺട്രോളിങ് ഇഷ്ടമാണ്, പക്ഷെ ഒരു പരിധി കൂടുതൽ അവർക്കത് പറ്റി എന്ന് വരില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. നീ എവിടെയായിരുന്നു, നീ ആരോടൊപ്പമായിരുന്നു എന്ന് ചോദിക്കരുത്. അവിടെ ഒരു പോലീസ് നെഗോസിയേഷൻ വരികയാണ്. അത് അവൾ പറയുന്നത് കള്ളമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അവൾ പറയുന്നത് കള്ളമാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയാൻ പാടില്ല.
നിങ്ങളുടെ മനസ്സിൽ അവൾ പറയുന്നത് കള്ളമാണ് എന്നുള്ള ഒരു ഭാവം വരുത്തിയാൽ മതി. അതിനൊരു പ്രത്യേകതയുണ്ട്. അവൾ കള്ളമാണ് പറയുന്ന മനസ്സിലായാൽ നിങ്ങൾ മറുപടി കൊടുക്കാനേ പോകാൻ പാടില്ല. അത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുക. അവളെ തന്നെ ഒരു 10-15 സെക്കൻഡ് അവളുടെ ഇടതേ കണ്ണിലേക്ക് നോക്കുക. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അവൾ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നത്. അവൾ ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു എന്ന് അവൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവളുടെ കൂടെ ഒരു പെണ്ണായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം. ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ, അതായത് ഈ ഒരു എന്ന വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവൾ ഒരു ആണിന്റെ കൂടെയായിരുന്നു എന്ന് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കൺട്രോളിങ് ബിഹേവിയർ വരികയാണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ റിജക്റ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് മെച്യൂരിറ്റി. ഇമ്മച്യൂർ ബിഹേവിയർ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. അതായത് നിന്റെ ജലസ് അത് വലിയൊരു പ്രശ്നമാണ്. അവൾ ആരെങ്കിലും നോക്കി ചിരിച്ച നീ എന്തിനാ നോക്കി ചിരിച്ച്, നീ എന്തിനാ അവരെ പോയി കെട്ടിപ്പിടിച്ച്, നീ എന്തിനാ അവന്റെ തോളിൽ കൈയിട്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളെ ഒഴിവാക്കും. ജലസി ഒരു റൊമാൻറ്റിക് അല്ല, അതൊരു എക്സോസ്റ്റിംഗ് ആണ്. അവിടെ മെച്യൂരിറ്റി പറയുന്നത് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി വാക്കുകൾ കൊണ്ടല്ല, ആക്ഷനിലൂടെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ നിന്നെ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും എല്ലാ കാര്യത്തിനും കൂടെ നിങ്ങൾ പരമാവധി ഉണ്ടാവാൻ ശ്രമിക്കണം. നെക്സ്റ്റ് പോയിന്റ് സ്റ്റെബിലിറ്റി. അതായത് ഡൈവേഴ്സ് ആയ വുമൺ ഇൻസ്റ്റെബിലിറ്റി അവോയ്ഡ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങളുടെ കരിയർ നല്ലതല്ലെങ്കിൽ, ഇമോഷണലി നിങ്ങൾ വീക്കാണ്, പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് ചിരിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ എന്തായാലും അവർ അവോയ്ഡ് ചെയ്യും. അവളുടെ ലൈഫ് ഓൾറെഡിയെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അവൾക്ക് സമാധാനമാണ് വേണ്ടത്. അവൾക്ക് സന്തോഷവും വേണം, പക്ഷെ കൂടുതൽ സമാധാനമാണ് ആഗ്രഹിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ്. അവിടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടെങ്കിൽ അവരെന്തായാലും എല്ലാ ആണുങ്ങളെയും അവൾ ഒബ്സർവ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ ഡൈവേഴ്സ് ആയിട്ടുള്ള ലേഡീൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളെ പറ്റിയിട്ട് കുറെ പൊക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഏത് ആണാണ് കൂടുതൽ നേരം കേൾക്കുന്നത് ആ വ്യക്തിയെയാണ് അവൾ ശ്രദ്ധിക്കുക. കാരണം അവൻ കാമാണ്, കോൺഫിഡൻ്റ് ആണ്, മെച്യൂറാണ് എന്നുള്ളത് അവൾ അക്സെപ്റ്റ് ചെയ്യും. അവൻ്റെ മുന്നിൽ പ്രഷറില്ല, കംഫർട്ടാണ് എന്ന് അവൾക്ക് തോന്നി തുടങ്ങും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ നീ സിംഗിൾ ആണോ, എന്തും കൊണ്ട് ഡൈവേഴ്സായി എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവൾ പിന്നെ നിങ്ങളുടെ അടുത്ത് വരികയില്ല. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതിന് പകരം നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിൻ്റെ ട്രാവൽ ഫോട്ടോസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അവൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടും. കാരണം അത് അവളെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അതായത് അവളുടെ ഇഷ്ടങ്ങളെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ്, നിങ്ങൾ അവളായിട്ട് കൂട്ടുകൂടുമ്പോൾ ഡൈവേഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അവൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് മിണ്ടാനേ വരില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പോരാത്തതിന് ഒരിക്കലും അവളോട് സിമ്പതി കാണിക്കാൻ പാടില്ല. കാരണം അവൾക്ക് അവിടെ സ്വാതന്ത്ര്യമാണ് കിട്ടിയിരിക്കുന്നത്, അല്ലാണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു എന്നൊരു വിചാരം നിങ്ങൾ അവിടെ കാണിക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ അവരുടെ അടുത്ത് ഓവർ ക്യൂരിയോസിറ്റി നിങ്ങൾ കാണിക്കാൻ പാടില്ല, ഓവർ കൺട്രോളിങ് പാടില്ല. നീ ഈ ഡ്രസ്സ് ഇടരുത്, ഈ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, അതൊന്നും നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പാടില്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡൈവേഴ്സ് ആയ വുമണിനെ ഇംപ്രസ് ചെയ്യാൻ വലിയ സീക്രട്ട് ട്രിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. റെസ്പെക്റ്റ് കൊടുക്കുക, ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുക, മെച്യൂരിറ്റി കൊടുക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ അവസരം കൊടുക്കുക. കാരണം ഡൈവേഴ്സ് വുമണെ വീക്കർ ആക്കില്ല, അവരെ വൈസർ ആക്കുകയാണ് ചെയ്യുക. അതായത് അവരെ ഉയർത്താനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇമ്മച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് ഒരു കളിയൊക്കെ കിട്ടും പറഞ്ഞിട്ട് അടുത്ത് പോവുകയാണെങ്കിൽ അത് മാത്രമാണോ ഉദ്ദേശമെങ്കിൽ ആദ്യം തന്നെ അത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം.